ഹായ് ഹലോ എല്ലാ കൂട്ടർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ്. ക്ലിയർ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല കേട്ടോ. ക്ലിയർ ഉണ്ടോ ഇല്ലേ എന്നറിയില്ല. അപ്പം ഞാനേ നമ്മുടെ പിച്ചിയിൽ പൂ നിൽപ്പുണ്ടേ, അതൊന്ന് പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. നോക്കട്ടെ പിച്ചിയിൽ പൂവുണ്ടോ, ആരെങ്കിലുമൊക്കെ പറിച്ചിട്ട് പോയോ എന്നറിയില്ല കേട്ടോ. നമ്മുടെ പിച്ചിപ്പൂവിനോട് പലർക്കും പല ആകർഷണമാണ്. എല്ലാവർക്കും ഇച്ചിരി ആകർഷണം കൂടുതലാണ്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. ക്യാമറ കറക്റ്റാണോ എന്നറിയില്ല. ക്യാമറ കയ്യിൽ നിന്ന് വീഴുമൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ഫോണ് വെക്കാൻ സ്റ്റാൻഡൊന്നുമില്ല സുഹൃത്തുക്കളെ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടിലാണ്. രണ്ടും കൂടെ ഒരുമിച്ച് നടക്കില്ല കേട്ടോ. വീഡിയോ എടുപ്പും പൂ പറപ്പും കൂടെ നടക്കില്ല സുഹൃത്തുക്കളെ. എൻ്റെ ഫോൺ തറയിൽ വീഴും. അപ്പോൾ എന്നാൽ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് പൂ കാണിച്ചു തരാം. താഴെ നിന്നതിനൊക്കെ ആരൊക്കെയോ പറിച്ചുകൊണ്ട് പോയി കേട്ടോ. മകളിൽ കുറച്ച് നിൽക്കുന്നതിനൊക്കെ ഞാൻ പറിച്ചതിന് ശേഷം പിന്നുള്ള വിശേഷം കാണാം. ആരെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാണ്ടായിരുന്നു കണ്ടല്ലോ, അവരെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് പൂ പറിച്ചാൽ മതിയായിരുന്നു. എന്താ ചെയ്യുക, നമ്മുടെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടോ. ചേച്ചി ഇത് കട്ട് ചെയ്തിട്ട് പൂ പറിക്കട്ടെ. വെളിയിൽ നിന്നതിനൊക്കെ ആൾക്കാർ പറിച്ചുകൊണ്ട് പോയി കേട്ടോ. പിച്ചിയോട് ഇത്തിരി ആകർഷണം കൂടുതലാണ്. നമ്മളാണ് നട്ട് വളർത്തണമെങ്കിലും വഴിയെ പോകുന്നവരാണ് തണ്ടേ പോരാത്തിനുണ്ടല്ലോ അതിനെ ഒടിച്ച് പറക്കിയത്. ഞാനും പിന്നെ ഇപ്പം മൈൻഡ് ചെയ്യൂല കേട്ടോ. പറിക്കണവർ പറിച്ചിട്ട് പോട്ടെ, അവർക്ക് അത് തന്നെ കാര്യമൊന്നും പറഞ്ഞ് അവരതിനെയൊക്കെ സ്റ്റെപ്പ് വെച്ചാണേ പറിക്കുന്നത്. വെളുപ്പിലൊരു കൂട്ടർ പറിക്കുമെങ്കിൽ ഉച്ചയ്ക്കൊരു കൂട്ടരാണെങ്കിൽ വൈകുന്നേരം അടുത്തൊരു കൂട്ടർ. മുട്ടിങ്ങനെ സമയം കഴിയും തോറും വളർന്ന് വരുവേ. അതിനനുസരിച്ച് ആൾക്കാരും പറിച്ചുകൊണ്ട് പോവും. ഇല്ല, നമുക്കിപ്പം കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ. പൂ പറിച്ചുകൊണ്ടേക്ക് നമ്മളൊരു കുഞ്ഞും വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൂ പറിച്ചുകൊണ്ടിരിക്കുക വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണണം കേട്ടോ. ഇന്നത്തെ വീഡിയോയിലുണ്ട് അമ്മച്ചി നന്നായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ കാണണേ. അമ്മച്ചിയുടെ ഇന്നത്തെ വീഡിയോയിലുണ്ട്. കട്ട് ചെയ്യട്ടാ. വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ കൊച്ചിനെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്ത് കേട്ടെ. എൻ്റെ ഒരു മോനാണേ, എൻ്റെ മദിനിയുടെ മോൻ്റെ മോൻ. ഇപ്പോൾ കുഞ്ഞിനെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ അമ്പലത്തിലിപ്പം എപ്പോഴും വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. എപ്പോഴും ഞാൻ അമ്പലത്തിൽ പോകുന്ന കാര്യം പറയും. അമ്പലത്തിൽ പോകണമെന്ന്. പക്ഷേ നമ്മുടെ അമ്പലത്തിലിപ്പം മാസത്തിലൊരിക്കലാണ് നട തുറക്കുന്നത്. നിത്യവും വിളക്ക് കത്തിക്കും കേട്ടോ. ഞാൻ പോകുന്നത് അപൂർവമാണ്. എൻ്റെ മദിനി കത്തിക്കും വിളക്ക്. അപ്പോൾ ഇച്ചിരി കാണാൻ പറ്റുമോ, കിട്ടിയ പൂവിനെ കൊണ്ട് കൊടുക്കാം. കാണാൻ പറ്റുമോ നമ്മൾ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ ഇട്ടിട്ട് 2-3 ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി പൂ പറിക്കാൻ ഇറങ്ങിയപ്പോൾ വീഡിയോയും കൂടെ എടുത്തു. ഞാൻ നിങ്ങളെ നോക്കുന്നില്ല കേട്ടോ. ഞാൻ വഴി നോക്കി നടക്കുകയാണ്. അപ്പോൾ അവൾ വിളക്ക് കത്തിച്ചോ ഇല്ലേ എന്തോ അറിയില്ല. കത്തിച്ചിരിക്കാനാണ് സാധ്യത. ഞാൻ കടന്നിട്ട് എണീറ്റ് ആ പൂവും പറിച്ചിട്ട് വരേണേ. പൂ കൊണ്ട് കൊടുക്കാന്നാ എന്തായാലും അവൾ കത്തിച്ച് കേട്ടോ. അവൾ അറിയുന്നില്ല കേട്ടോ.
അവളറിയുന്നില്ല, 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 അവളറിയുന്നില്ല. ഞാൻ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പൂവിനെ കൊണ്ടങ്ങ് കൊടുക്കാം കേട്ടോ. അവളറിയുന്നില്ല, കണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. എൻ്റെ തലമുടി കഴിഞ്ഞു. ഇതങ്ങ് അതിൽ വെച്ചാണ്. അപ്പം ഞാൻ പറിച്ചുകൊണ്ടുവന്ന പൂവിനങ്ങ് കൊടുത്തു. ഞാൻ കയറുന്നില്ല കേട്ടോ, ഞാൻ കയറുന്നില്ല. പൂവിനെ പറിച്ചുകൊണ്ടൊന്ന് കൊടുത്ത് അവളത്. എൻ്റെ അമ്മയെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ, നിങ്ങൾ എൻ്റെ അമ്മയെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ, അമ്മയെന്ന് കാണിക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഞാൻ കുളിച്ചില്ല, ഇന്ന് കുളിക്കുന്നില്ല, പുറം കഴുകാം വയ്യ. എന്നോ ഒന്ന് വെയിലും കൊണ്ട് കുളിച്ചാൽ നമുക്ക് തലവേദനയാണ്. എന്നും കുളി നമുക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോയെന്നറിയില്ല, എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെന്തുണ്ട്, ഞാൻ ബൈപ്പാസിലോട്ട് പോയിട്ടൊന്ന് ഹൈവേയും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഞാനൊന്ന് വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ, എന്നിട്ട് ബൈപ്പാസിലോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണിച്ചു തരാം. കുളിക്കാതെ അമ്പലത്തിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? കുളിക്കാതെ അമ്പലത്തിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാനുണ്ട്. ഞാൻ ഉച്ചയ്ക്കൊരു ലൈവും കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഉച്ചയ്ക്കൊരു ലൈവും കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ 2 ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് പൂ പറിച്ചുകൊണ്ട് കൊടുക്കാം. എന്തായാലും അവൾ വിളക്ക് കത്തിക്കുന്ന എനിക്കറിയാം. എൻ്റെ അമ്മേൻ്റെ നടയിൽ വന്നിട്ട് പ്രാർത്ഥിക്കാതെ ഞാൻ നിങ്ങളോട് കഥ പറഞ്ഞുകൊണ്ട് നിൽക്കണേ. അമ്മ ഒന്ന് ക്ഷമിക്കണേ, ഞാൻ എൻ്റെ കൂട്ടുകാരോടൊന്ന് കഥ പറഞ്ഞോട്ടെ. അമ്മ ഒന്ന് ക്ഷമിക്കണം കേട്ടോ, ഞാൻ അവരോടൊന്ന് കഥ പറഞ്ഞിട്ട് അമ്മയെ കാണാം. നിങ്ങൾ ചോദിക്കും എനിക്ക് വട്ടാണോ എന്ന്. ഇടയ്ക്ക് ഞാൻ വിചാരിക്കാറുണ്ട് എനിക്ക് വട്ടാണോ എന്ന്. നമ്മുടെ ലൈവിൽ വരുന്നവർ ചോദിക്കാറുണ്ട്, തള്ളേ നിങ്ങൾക്ക് വട്ടാണോ എന്ന്. ആണോ? മനുഷ്യനായ വട്ടില്ലാത്ത ആരും കാണൂല, പിന്നെ എന്നാ അപ്പം ജീവിതം. എല്ലാവർക്കും മനുഷ്യനായി പറഞ്ഞ എല്ലാവർക്കും ഇച്ചിരിയെങ്കിലും വട്ട് കാണാതിരിക്കില്ലല്ലേ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുങ്ങിക്കെട്ടി മേക്കപ്പ് ഇട്ടൊന്നും അല്ല വരുന്നത്. നിൽക്കുന്ന കോലത്തിൽ ഓടി നിങ്ങളെ മുന്നിൽ ഞാൻ എത്തും. നമ്മളെയൊക്കെ നിങ്ങളിങ്ങനെ കണ്ടാൽ മതി കേട്ടോ. നിങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടാൽ, നിങ്ങളിങ്ങനെ കണ്ടാൽ നമുക്ക് എപ്പോഴും നിങ്ങളെ മുന്നിൽ എത്താൻ പറ്റും. മേക്കപ്പൊക്കെ ഇട്ട് വന്നാൽ മേക്കപ്പൊക്കെ ഇട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. പോയി പുറം കഴുകാം. കുളിയൊന്നും പറ്റില്ല കേട്ടോ, നമ്മളെ ബോഡിക്ക് അനുസരിച്ച് എന്നും കുളിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആയിക്കോട്ടെ. 2-3 ദിവസമായില്ലേ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. മുകളിലോട്ട് കയറുന്നില്ല. ഇവിടെ പുറത്ത് നിന്നൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് ഹൈവേയിലോട്ട് പോകാം. ഹൈവേയിൽ പോയി അവിടുത്തെ ഒരു കുഞ്ഞു വിശേഷവും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ. ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അമ്മേ, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അമ്പലത്തിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്കൊന്ന് ഹൈവേ കാണിച്ചു തരാം. ഇതൊക്കെ എൻ്റെ കുടുംബമാണേ. എൻ്റെ കുടുംബം പൊളിച്ച് മാറ്റിയിട്ട് വീട് വെച്ചുകൊണ്ട് നിൽക്കുന്നു. അത് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. എൻ്റെ കുടുംബവും എൻ്റെ ചേച്ചിയുടെ വീടും മോളെ വീടും ഒക്കെ അടുത്തടുത്താണ്. അപ്പം നമ്മുടെ പഴയ മക്കൾക്കൊക്കെ അറിയാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നവർക്കൊക്കെ നമ്മളെ ഈ വിശേഷങ്ങളും ഈ വഴികളും സുപരിചിതമാണ്. നമ്മുടെ ലൈവ് കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ടെന്ന മക്കൾക്കൊന്നും ഈ വഴിയൊന്നും പരിചയമുള്ള വഴിയല്ല. അപ്പം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. നിങ്ങളൊന്നും നമ്മളെ നേരത്തെയുള്ള വീഡിയോ കയറി കാണാറില്ലല്ലോ. നേരത്തെയുള്ള വീഡിയോകളൊന്നും നിങ്ങൾ കാണാറില്ല. അപ്പം നിങ്ങളെ ഇതിൽ 1-2 മക്കളൊക്കെ ചോദിക്കുന്നുണ്ട്, കോവളം നമ്മുടെ ലൈവിൽ വരുന്ന മക്കളുണ്ടല്ലോ. ലൈവിൽ വരുന്ന മക്കൾ പറയാറുണ്ട്, ചേച്ചി കോവളം ബീച്ചിൽ പോയിട്ട് കോവളം കടപ്പുറവും ബീച്ചും ഒക്കെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കും. കാരണം എന്തെന്നറിയാമോ, ആരെങ്കിലും നമ്മുടെ പ്ലേസ് ചോദിക്കുമ്പോഴത്തേക്കണ്ടല്ല ഞാൻ പറയും തിരുവനന്തപുരം കോവളം പോകുന്ന റൂട്ടാണ് എൻ്റെ വീടെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം കണ്ടോ, അപ്പം നമ്മളെ ലൈവ് കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് വന്ന മക്കൾ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി. ഇത് കോവളം പോകുന്ന റൂട്ടാണ് കേട്ടോ. ഇതോ കണ്ടോ, അത് തിരുവല്ലം നമ്മളെ ഈസ്റ്റ് പോയിട്ട്
തിരുവല്ലം വരുന്ന റോഡാണ്. തിരുവല്ലം വന്ന് ഇങ്ങനെ കറങ്ങി 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 കോവളത്തോട്ട് പോകും. കണ്ടോ, കോവളത്തോട്ട് പോകും. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, വഴി തെറ്റി പോകരുത് ആർക്കും കേട്ടോ. അത് തിരുവല്ലം വരുന്ന വഴിയാണ്. തമ്പാനൂർ തിരുവല്ലത്തുനിന്ന് വന്ന് 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 കോവളം പോകുന്ന റൂട്ടാണ്. കോവളത്തുനിന്നൊരു 2-3 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, കിലോമീറ്ററുകളാ കണക്കൊന്നും തന്നെ അറിയില്ല. അങ്ങനെ വന്നിട്ടാണ് ഇങ്ങനെ വരുമ്പോൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. കണ്ടോ, അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നമുക്ക് അങ്ങോട്ട് നീങ്ങി നിൽക്കാം. 1-2 പേര് വരുന്നുണ്ട്, അവരെ വീഡിയോ എടുക്കണ്ട. അവർക്ക് വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ലെങ്കിലോ, അപ്പോൾ അവരെ വീഡിയോ എടുക്കണ്ട. നമ്മൾ 2-3 ദിവസം വീഡിയോ ഇട്ട് 2-3 ദിവസമായേ. അപ്പം നിങ്ങൾക്കൊരു വൈബ് ആവട്ടെ എന്ന് പറഞ്ഞ് ഫോണും കൊണ്ട് ഞാൻ ഹൈവേയിലോട്ട് വന്നിട്ടുണ്ട്. കോവളം പോകുന്ന റൂട്ടാണ്. കോവളം പോകുന്ന റൂട്ടാണ്. കൈ കഴക്കുന്നുണ്ട്, നന്നായിട്ട് കൈ കഴക്കുന്നുണ്ട്. എല്ലാവരും എന്നെ നോക്കിക്കൊണ്ട് പോകുന്നു. ബാക്ക് ക്യാമറ കൂടെ കാണിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. ചേച്ചിയുടെ ഫേസ് മാത്രം കാണിച്ചെന്ന് പരാതി വേണ്ട. കോവളം പോകുന്ന റൂട്ടാണ്. നേരെ പോയ കോവളമാണ്. ആ കാണുന്നത് കണ്ടോ, നേരെ പോകുന്നത് കോവളമാണ്. കോവളം പോകുന്നത് ഭയങ്കര തിരക്കേ. സന്ധ്യ ആയതുകൊണ്ട് മണി 6-6:30 ഭയങ്കര തിരക്കാണ്. ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇതാണ് ചേച്ചിയുടെ നാട്. ലൈവിലൂടെ ചോദിക്കുന്ന മക്കൾക്ക് ചേച്ചിയുടെ നാട് കണ്ടോ. ചേച്ചി എവിടെയാണ് സ്ഥലം? തിരുവനന്തപുരത്താണെന്ന് ഞാൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് കോവളം പോകുന്ന റൂട്ടാണ്. തിരുവനന്തപുരം കോവളം പോകുന്ന റൂട്ടാണ്. പരശുരാമൻ്റെ മണ്ണിലാണ്, പത്മനാഭൻ്റെ മണ്ണിലാണ് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. കണ്ടോ, ഇതൊക്കെയാണ് മക്കളെ ചേച്ചിയുടെ നാട്. കണ്ടോ, ഇപ്പം മണി 6-6:30 ഒരു കുഞ്ഞു വീഡിയോ കണ്ടോ. ആ വണ്ടിയൊക്കെ പോകുന്നുണ്ടോ. 2-3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോവളായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വാക്കുകളൊന്നും കിട്ടുന്നില്ല. ലൈവ് വന്ന് വാക്കുകളൊന്നും കിട്ടുന്നില്ല മക്കളെ, വാക്കുകളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇന്നത്തെ വണ്ടിയൊക്കെ പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നത് ക്ലിയർ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. എൻ്റെ സംസാരം ക്ലിയർ ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. എല്ലാവരും വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ട സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ലൈവ് കാണാത്തവർ കയറി ലൈവ് കാണണം കേട്ടോ. എന്ന് ചേച്ചി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോ. ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. ഒരു 5-6 മിനിറ്റുള്ള വീഡിയോ ആയിക്കോട്ടെ, 5-6 മിനിറ്റുള്ള വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന മക്കളാണേ. പെട്ടെന്ന് ക്യാമറയിൽ പതിയൊന്നും പറഞ്ഞ് എത്തിച്ചാടിയൊക്കെ പോവേണം. ഞാൻ ശ്രദ്ധിച്ചില്ല, കണ്ടെങ്കിൽ വീഡിയോ എടുക്കുകയായിരുന്നു. അത് പഠിക്കാൻ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ട് പെട്ടെന്ന് ചാടി മറിഞ്ഞ് കാണിച്ചു. കണ്ടോ, നടന്നു പോകുന്നുണ്ടോ. എന്നെ കണ്ടതും പെട്ടെന്ന് ചാടി അങ്ങ് പോയി. അവരൊക്കെ നമ്മളിപ്പോൾ നാട്ടിൽ ഫേമസാണ്. എല്ലാവരും രഹസ്യമായിട്ട് നമ്മളോട് നേരിൽ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ലൈവും വീഡിയോസൊക്കെ എല്ലാം കാണുന്നവരാണ്. കൊച്ചി എൻ്റെ കണ്ണ് വെട്ടിച്ചങ്ങ് ഓടിച്ചാടി, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അമ്മയോടും പറഞ്ഞിട്ട് പോകും. അമ്മയോട് പറഞ്ഞിട്ട് പോകാം. കാണാൻ പറ്റുമോ? കണ്ടോ, അമ്മ ടാറ്റ. അമ്മ പിണങ്ങരുത് കേട്ടോ.
അമ്മ ഇപ്പം നോക്ക ലൈവ് വന്നു അമ്മ ഇപ്പം കാണുന്നതും കുറവാണേ. അമ്മക്കിനി അമ്മ എന്ന് പണി തരുമെന്ന് അറിഞ്ഞൂടാ. ഓടി ഓടി അമ്മ നിത്യം വിളക്ക് കത്തിക്കുമ്പോൾ ഓടി വരുന്നതാണേ. ഇപ്പം പുറത്ത് വിളക്ക് കത്തിക്കുന്നത് കൊണ്ട് ഞാൻ വരും, ഞാനങ്ങനെ ഓടി എത്താറില്ല. ആരെങ്കിലുമൊക്കെ കത്തിക്കും. അപ്പോൾ എന്നാൽ നമ്മുടെ ലൈവ് അല്ലല്ലോ, വീഡിയോ കട്ട് ചെയ്യാം. എന്നിട്ടിപ്പോൾ ലൈവ് കട്ട് ചെയ്യാം. ഓടിയാ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൂടെ ഒന്ന് കാണിച്ചത്. എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ തങ്കക്കുട്ടിയെന്ന് കാണിച്ചത് കണ്ടോ. ഇതാണ് എൻ്റെ ചക്കരക്കുട്ടി, എൻ്റെ പഞ്ചാരക്കുട്ടി. കണ്ടോ, ഹായ് പറ പൊന്നെല്ലാവർക്കും. ഓക്കെ. അപ്പം നമ്മളെന്നാൽ വണ്ടി വരുന്നുണ്ട്. നമ്മളെന്നാൽ ലൈവ് കട്ട് ചെയ്യുന്ന ലൈവ് എന്നാണ് പറഞ്ഞത്. നമ്മളെന്നാൽ വീഡിയോ കട്ട് ചെയ്യുന്നത്. ഓക്കെ. മാറി കൊടുക്കണം, മാറി. ടാറ്റാ.